ഇതാണ് ഇതിൻ്റെ തേൻ. നിൽക്കുന്നത് വെള്ളം. ഇതാണ് ഹണി ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. പേര് ഹണി ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതായത് ഈ ഒരു തേനിന്റെ മധുരം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് തന്നാള് പറഞ്ഞത് കറക്റ്റ് പേരാണെന്ന് നമുക്ക് കറക്റ്റ് പേരാണ് നമുക്ക് അറിയില്ല, ആർക്കെങ്കിലും കമന്റ് ചെയ്യാം. പക്ഷെ ഹണി ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഫ്രാൻസിൽ നിന്നാണ് ഇത് എത്തിച്ചിട്ടുള്ളത്. പിന്നെ UAE പാലസിലേക്ക് ഫ്രാൻസിൽ നിന്ന് എത്തിച്ചതാണ്. അത് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും വളരുന്നുണ്ട്, ഇത് കായ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ UAE നിന്നാണ് എത്തിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് അമേരിക്കൻ ജൈന്റ് പലോറ എന്ന് പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് UAE പാലസിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ദുബായ് പാലസിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട്. ദുബായ് പാലസിലേക്ക് കിട്ടാം, UAEക്ക് മൊത്തമല്ല. UAE 7 എമിറേറ്റ്സിലുള്ള ദുബായ് പാലസിലേക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് അമേരിക്കൻ ജൈന്റ് പലോറ, മലേഷ്യൻ ഹൈബ്രിഡ് റെഡ്, പിന്നെ യെല്ലോ ലെമണ്, ലിസ, ഈ വെറൈറ്റികളൊക്കെ UAE പാലസിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറേ വളപ്പിൽ. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിൻ്റെ മധുരം തേനിനേക്കാൾ മധുരമുണ്ട്, അത് ഞങ്ങൾ തെളിയിച്ചതാണ്. ഇതിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. പിന്നെ ഇതിപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടിയത് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്. പേരൊന്നും എനിക്കറിയില്ല. മൂപ്പര് പറഞ്ഞത് ഇത് ദുബായ് ഷെയ്ഖിൻ്റെ അവിടുന്ന് മൂപ്പര് അതിൻ്റെ പീസുകൾ കൊടുന്നിട്ട് ഇവിടെ കൃഷി ചെയ്ത് ഞങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ അത് മൂപ്പര് ഇത് കൊണ്ടുവരാൻ കാരണം ഇതിൻ്റെ മധുരം കണ്ടിട്ടും ടേസ്റ്റ് കണ്ടിട്ടുമാണ് മൂപ്പര് അവിടുന്ന് ഇത് കൊടുന്ന്. ദുബായിൽ നിന്ന് പാലസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അവരിവിടെ കൊടുന്നുണ്ടാക്കാൻ കൃഷി ചെയ്യാൻ കാരണം. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം നമ്മളെ ഈ ഒരു തൈൻ്റെ ഒക്കെ പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആയിട്ടുണ്ട്? ഇതിപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തെ പ്രായമാണ് ഇപ്പോൾ ഈ 2 തൈകൾക്കുള്ളത്. 2 തൈകൾക്ക് നമ്മുടെ അടുത്ത് 2 തൈകളാണ് മെയിനായിട്ട് ഈ ഒരു വെറൈറ്റി ഉള്ളത്. ഓക്കെ, ഡ്രമ്മിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നോർമൽ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നോർമലായിട്ട് സാധാ ഡ്രാഗൺ സെറ്റ് ചെയ്യണ മാതിരി തന്നെ സെറ്റ് ചെയ്ത് ആദ്യം ഇതിൻ്റെ തൈകൾ നട്ട് വേര് പിടിപ്പിച്ച്, ആദ്യം പീസുമ്പോൾ വേര് പിടിപ്പിച്ച് എന്നിട്ട് ഡ്രമ്മിലേക്ക് നട്ടതാണ്. ഇത് ഹാൻഡ് പോളിനേഷൻ അങ്ങനെ വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. ചെറുതായി ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതിന് ഒരു പ്രത്യേകത ഉള്ളത്, സാധാ മറ്റു വെറൈറ്റികൾക്കൊക്കെ പോളിനേഷൻ ചെയ്യുമ്പോൾ വേറൊരു പൂവിൽ നിന്നുമാണ് പോളിനേഷൻ മറ്റൊരു ഇതിമ ചെയ്ത് കൊടുക്കൽ സാധാരണ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് ഇതിമത്തെ പൂവ് തന്നെ ഇത് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇതന്നെ ചെയ്തിട്ട് നമുക്ക് തന്നെ റിസൾട്ട് കിട്ടും. ഇതന്നെ ചെയ്താൽ ഈ പൂവിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ട്, അതിൽ തന്നെ ചെയ്താൽ മതി. അത് എളുപ്പമാണ്. അതെങ്ങനെ അപ്പോൾ നമുക്ക് മനസ്സിലാവുക? അതിൽ നടുക്കൊരു ആൺപൂവ് വരുന്നുണ്ട്, പെൺപൂവ് വരുന്നുണ്ട്. ഈ പൂവിൻ്റെ നടുക്കൊരു അതിൻ്റെ പെൺപൂവിൻ്റെ ഇത് വരുന്നുണ്ട്, പുറത്ത് ആൺപൂവാണ്. അപ്പോൾ പുറത്തുനിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ആ നടുക്ക് ഇട്ട് കൊടുക്കുക. ഇതിമന്ന് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതായത് നമ്മൾ വേറെ തേടി പോകണ്ട. കാരണം ഇതിമന്ന് തന്നെ പോളിനേഷൻ നടത്തി കൊടുക്കുക. ഇതിമന്ന് തന്നെ നടത്തിയാലാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെയാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അല്ല ഇതിമന്ന് തന്നെ നടത്താതെ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആവൂല? ഇത് ഓട്ടോമാറ്റിക് ആവൂല. ഓക്കെ, സാധാരണ മറ്റ് നമ്മളെ നാടൻ ഡ്രാഗൺ ഫ്രൂട്ടുകളെ പോലെ ഓട്ടോമാറ്റിക് പോളിനേഷൻ ചെയ്യാതെ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് ഇതിമന്ന് തന്നെ ഈ പോകുന്നതിന് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സുഖം, എളുപ്പമുള്ളത്, ഒരു ബെനിഫിറ്റ് ഉള്ളത്. വേറെ തേടി നമ്മൾ പോകണ്ട, വേറെ പൂ തേടി പോകണ്ട. വേറൊരു പൂവെന്ന് ചെയ്തു കൊടുക്കണം. അത് ക്രോസ് പോളിനേഷൻ ആണ്, അത് വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നല്ലതായി തോന്നിയത്. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട് നമുക്ക് ഇതുമെന്ന് കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടതിൽ ഇതിൻ്റെ മധുരമാണ്. ഇതിൻ്റെ മധുരവും ടേസ്റ്റും ഇത് കഴിച്ചവരൊക്കെ പറഞ്ഞത് ഞങ്ങളെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു മധുരമുള്ള ടേസ്റ്റുള്ള കഴിച്ചിട്ടില്ല. ഒന്നും കാണാതെ ഇപ്പം നമ്മളെ സുഹൃത്ത് ദുബായിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ട് ഇപ്പോൾ ഇത് കൃഷി ചെയ്യുമല്ലോ. അത്യാവശ്യം സൈസ് ചെറുതാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു റിസൾട്ട് ഇപ്പോൾ ഈ പറഞ്ഞു കേട്ടിടത്തോളം നല്ല അടിപൊളിയായിട്ടുണ്ട്. റിസൾട്ട് പക്കയാണ്, നിറയെ കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ തണ്ടും നമുക്കൊരു, അതായത് ഇതിന്റെ മുള്ളിന്റെ തിക്നെസ് തമ്മിൽ വ്യത്യാസമുള്ള പോലെ തോന്നുന്നു. വ്യത്യാസമുണ്ട്. നമുക്കിത് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല ഞങ്ങൾക്കിത് ഏതാ വെറൈറ്റി ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അതും പറഞ്ഞ് കമൻറ്റ് പറയാൻ വരണ്ട. അതായത് ഞങ്ങൾക്ക് ഏതാ വെറൈറ്റി എന്നറിയില്ല. ഇത് കൊടുന്ന് തന്ന ആള് ദുബായിൽ നിന്ന് കൊടുന്നതാണ്. അവർ പാലസിൽ ജോലി ചെയ്യുന്നോടൊന്ന് കൊടുന്ന് നട്ട് വളർത്തി ഉണ്ടാക്കിയതാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് വെറൈറ്റി ഏതാണെന്നറിയില്ല. പക്ഷേ ഞാനിത് ഉണ്ടാക്കാൻ കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കഴിച്ചിട്ട് ഭയങ്കര മധുരം ടേസ്റ്റും കണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്തതാണ്. അപ്പം ഇനി നിനക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം, അതിൻ്റെ മധുരം എത്ര ഉണ്ട് എന്നുള്ളത് നിനക്ക് പറയാം. ഓക്കെ, ഇത് നമ്മൾ വെച്ചപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇത് ഈ ഒരു വളർച്ചയിലേക്ക്, അതായത് കാരണം നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയിൽ നിന്ന് വന്നതല്ല, പുറത്തുനിന്ന് വന്നതായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട്? ഒരു ബുദ്ധിമുട്ടുകളില്ല. അതിലുള്ള തെളിവാണ് ഇപ്പോൾ ഇത്.
ഇവിടെ നമ്മൾ വെയിൽ വേണം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വെയിൽ വേണം, വെള്ളം കുറവും. ഡ്രാഗൺ ഫ്രൂട്ട് പൊതുവേ 100% വെയിലുള്ളിടത്തേ കായ്ക്കുള്ളൂ. അതേ പാറ്റേൺ തന്നെ, ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സെയിം പാറ്റേൺ തന്നെയാണ്, സെയിം തന്നെയാണ് ഇത്. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വളരുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട്, അതായത് പിന്നെ കള്ളിച്ചെടി വിഭാഗമാണ്, അതിൽ പെട്ടത് തന്നെയാണ് ഇത്. അത് നമ്മളവിടെ കായ്ക്കുന്നുണ്ട്. പിന്നെ ഓവർ വളങ്ങൾ കൊടുക്കാതിരിക്കുക. ഓവർ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ ഇതിന് വരും. എന്താണ് പ്രധാനമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ പ്രശ്നങ്ങളില്ലാത്ത വളങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങളില്ലാത്ത വളങ്ങൾ എന്ന് പറഞ്ഞാൽ ജൈവ വളങ്ങൾ കൊടുക്കുക. പിന്നെ 18 കൊടുത്താൽ ഏകദേശമൊക്കെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, വളം കൊടുക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരുമോ? ഈ ഡ്രമ്മിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിപ്പമുള്ള ഡ്രമ്മിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 150 ഗ്രാം എല്ലുപൊടി, 50 ഗ്രാം 25 ഗ്രാം വേപ്പ് പിണ്ണാക്ക്, 50 ഗ്രാം കടലപ്പിണ്ണാക്ക്, 18 3 ടീസ്പൂണ് 18 ഇത്രയും മെച്ചൂർഡായ മരങ്ങൾക്ക്. അത് ഈ ഒരു സൈസിലേക്കുള്ള ഇത്രയും ഇങ്ങനെ മെച്ചൂർഡായ പ്ലാന്റിന് കൊടുക്കേണ്ടത്. നമ്മളിത് ഏത് പ്രായം മുതൽ നമുക്ക് ഇവർക്ക് വളം കൊടുത്തു തുടങ്ങണം? വേര് പിടിച്ച് നമ്മൾ തൈ എപ്പോൾ നടുന്നുണ്ടോ അത് മുതൽ വളം കൊടുക്കണം. എന്നാൽ അത് ഓരോ 2.5 മാസം കൂടുമ്പോഴും കൊടുക്കണം. 2.5 മാസം കൂടുമ്പോൾ ഇടവേളകളിൽ നമ്മൾ വളം കൊടുക്കണം. കൊടുത്തുകൊണ്ടേ വളം കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഓവറായിട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം? വേണ്ട, നോർമൽ അതേ ഇത് കൊടുക്കുക. പിന്നെ വളം കൊടുക്കുന്ന ആ ദിവസം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണം. ഒറ്റ ദിവസം അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉച്ച സമയത്ത് നനയ്ക്കണം എന്ന് പറയുന്നുണ്ട്, അതേപോലെ വൈകുന്നേര സമയത്ത് നനയ്ക്കണം എന്ന് പറയുന്നുണ്ട്, രാവിലെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ചെടികൾക്കൊക്കെ പൊതുവെ നനയ്ക്കാൻ ഏറ്റവും നല്ല സമയം 99% ചെടികൾക്കും രാവിലെ വളം കൊടുത്തതിന് ശേഷം വൈകുന്നേരമാണ് നനക്കേണ്ടത്. അത് രാവിലെ ആ മണ്ണിൽ വളം നിൽക്കണം. രാവിലെ ആ വളം അതിൽ കൊടുത്തിട്ട് വളം അതിൽ അലിഞ്ഞ് ചേർന്നതിന് ശേഷം, അല്ലെങ്കിൽ അതിൽ പ്രോസസ്സ് ആയതിനു ശേഷം 8 മണിക്കൂറിന് അത് 10 മണിക്കൂറിന് ശേഷം നനയ്ക്കുമ്പോഴാണ് അത് അതിൽ പിടിക്കുക. ആ വളം കൊടുത്തേക്ക് നമ്മൾ ഉദാഹരണമായിട്ട് പറയാം, നമ്മൾ വളം കൊടുത്തേക്ക് നനച്ച് അതൊക്കെ ആ വെള്ളത്തിൽ കൂടി അങ്ങനെ അങ്ങോട്ട് പോകും. അതാണ്. ഓക്കെ, നമ്മൾ ഈ നട്ടുച്ച സമയത്ത് നനയ്ക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ഉച്ച സമയത്ത് നനയ്ക്കാതിരിക്കുന്ന നല്ലത്. ഓക്കെ, അത് കാരണം ഈ ചെടികൾ നല്ല ചൂടിൽ നിൽക്കുകയാണ്. ഇപ്പം നമ്മളെ ഒരു നല്ല തണുത്ത ഒരു വെള്ളത്തിൽ, ഒരു ഐസ് വാട്ടറിൽ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ പിടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കണ്ടിട്ടാണ്. നേരെ പിടിച്ച് ചൂടുവെള്ളത്തിൽ കണ്ടിട്ടാൽ എന്താ, മത്സ്യങ്ങൾ വളർത്തുന്നവർക്കറിയാം അതിൻ്റെ വ്യത്യാസം. മത്സ്യങ്ങളെ അത് വളരണ ടാങ്കിൽ നിന്നും വെള്ളം എടുത്തിട്ടാണ് ഫസ്റ്റിൽ വേറൊരു ടാങ്കിൽ കൊണ്ടുപോയിടുമ്പോൾ ആ വെള്ളം ടെമ്പറേച്ചർ കണക്കാക്കാൻ വേണ്ടി എന്ന മോഡൽ തന്നെയാണ് ഈ ഉച്ച സമയത്ത് നനക്കുമ്പോഴുള്ള പ്രശ്നം. ഒരു വെയിലത്ത് നിൽക്കുന്ന ഒരു വെയിലത്താണ് ഈ തൈ നിൽക്കുന്നത്. വീണ്ടും ആ പൊരി വെയിലത്ത് തണുത്ത വെള്ളം കൂടി കൊടുക്കുമ്പോൾ അതിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടുകൾക്ക് വെയിലാണ് കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞു. നമുക്ക് ഈ മഴയുള്ള സമയങ്ങളിൽ ഇവരെങ്ങനെ കെയർ ചെയ്യാൻ നമുക്ക് പറ്റും? അല്ല, ഇത് സാധാരണഗതിയിൽ ഇത് മരുഭൂമിയിൽ വളരുന്നതാണ്. നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയിലേക്ക് മാറ്റി കൊണ്ടുവരികയാണ്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെന്താ ഇപ്പോൾ ഈ ചകിരിയിലൊരു പരിപാടി? ഇതിന് ഒരു മുള്ളുണ്ട്, ഇതിന് പുറത്തൊരു മുള്ളുണ്ട്. ആ മുള്ളൊന്ന് തട്ടി കൊടുക്കണം. ഓക്കെ, ചെറിയ നൈസായിട്ടുള്ള മുള്ള തന്നെയാണല്ലേ? പക്ഷെ അത് കൈമൊക്കെ ഓടിയാൽ കുറച്ച് വിവരം അറിയും. അതിനാണ് ഈ തട്ടുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് തട്ടിക്കളഞ്ഞാൽ അങ്ങോട്ട് പോരും. സിമ്പിളായി തട്ടിക്കളഞ്ഞാൽ പോരും. ഇതിങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. എന്താ, സിമ്പിളായിട്ട് പോരും അല്ലേ? സിമ്പിളായിട്ട് പോരും. ഇതിൽ മുള്ളുണ്ട്, മുള്ളൊന്നുകൂടെ ഒക്കെ തട്ടണം. അത്യാവശ്യം നമുക്കൊരു പ്ലേറ്റിലേക്ക് സാധനം കിട്ടിയിട്ടുണ്ടല്ലേ? ഡ്രാഗൺ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്യാൻ പോണ്. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിപ്പമുണ്ട്. ഓക്കെ, ഈ വലിപ്പത്തിലുള്ളതുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വൈറ്റ് ആണല്ലേ ഉൾവശം വരുന്നത്? അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യമൊക്കെ വലിപ്പമുണ്ട്. വൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? തീർച്ചയായിട്ടും. ഇതാണ് ഇപ്പോൾ നമ്മുടെ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്. ഇതാ, അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കും. ഒരു പീസ് എടുത്തൊന്ന് കഴിച്ചിട്ട് അതിൻ്റെ മധുരം ഒന്ന് പറയും. ഇതിനുള്ളിൽ തേൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി മധുരം കേട്ടോ, നല്ല മധുരമുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ്. ഇങ്ങനത്തെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. നല്ല അടിപൊളി.
നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്, നല്ല മധുരം. കാണിക്കും ഇതാ നിൽക്കണ തേന്, ഈ വെള്ളം നിൽക്കണ് ഇതാ, ഈ വെള്ളം തേനാണ്, ഇതാ ഒലിച്ചു വരണതാ, ഇതാ ഇത് ഒലിച്ചു വരുന്നത്, അതങ്ങനെ ഒലിച്ചു വരുന്നതാ, ഇതാ വരുന്നതാ, അതാ ആടുന്നുണ്ടില്ലേ വെള്ളം, ഇതാ അടിപൊളിട്ടോ, ഇതാ ഒരു രക്ഷയില്ല കേട്ടോ ഇതിന്റെ തേനാണ്. നമ്മളെ ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചീനമുളക് ഇല്ലേ അതേപോലെ ചെറുതാണെങ്കിലും ഭയങ്കര അല്ല ചെറുതും അല്ല, അത്യാവശ്യം വലിപ്പുണ്ട്. അല്ല നമ്മളെ നോർമൽ ഡ്രാഗൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല, എനിക്ക് തോന്നുന്നു 10 ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നിച്ച് കഴിക്കുന്ന മധുരം ഒന്ന് കഴിച്ചിട്ട് നോക്ക്, ഒരു രക്ഷയില്ല കേട്ടോ മധുരം, അടിപൊളി മധുരം. ഇത് എടുത്തു കഴിഞ്ഞാല്, ഇത് മൊത്തം എടുത്തു കഴിഞ്ഞാല് ഇതിൽ ആ വെള്ളം കൊണ്ട് ഊറും, അതായത് തേന്. ഇത് മൊത്തം എടുത്ത് കഴിക്ക്, സാധനം അടിപൊളി കേട്ടോ, അത്രയും ടേസ്റ്റ്. നമ്മൾ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ കേട്ടോ അത്. നല്ല മധുരം, നല്ല മധുരം, നല്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര മധുരം ഉള്ളത് കഴിക്കുന്നത്. നമ്മൾ ഇത്രയും വളർത്തിയിട്ട് സാധനം പക്ക അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ അത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അത്യാവശ്യം തൈകളുണ്ടോ? അത്യാവശ്യം പീസുകൾ കൊടുക്കുന്നുണ്ട്, കട്ടിങ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടിങ്സും കാര്യങ്ങളൊക്കെ കൊറിയറിംഗ് ആളുകൾക്ക് നട്ട് വളർത്തി കഴിച്ച് നോക്കിയിട്ട് ഇവിടെ വന്ന് കഴിച്ചു നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ ആ ഒരു ഉറപ്പ് തരുന്നുണ്ട്. കൊറിയറിംഗ് കണ്ടില്ല, കൊറിയർ 3-4 വെറൈറ്റി അല്ലെങ്കിൽ 4-5 വെറൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താളേ. മലപ്പുറം ജില്ലയിലെ തിരുനാവായ പട്ടർനടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന് നമ്മളെ സ്ഥലം. മൊയ്തീൻ പടിഞ്ഞാറേ വളപ്പിൽ. ഫുൾ ടൈം വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും? കാണാൻ കഴിയും. ഓക്കെ, ഒന്ന് വിളിച്ചിട്ട് വന്നോട്ടെ. ഓക്കെ. നമ്മൾ വീടായതുകൊണ്ട് നഴ്സറി ഒന്നുമല്ല, വീട്ടിലുള്ള ഫാമാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. അവരൊക്കെ വിളിച്ചിട്ടാണ് വരുന്നത്.